ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പടവടയാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടൻ കാപ്പിയുടെ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പപ്പടവടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അരി വെള്ളത്തിലിടുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ സോക്കായ അരിയാണ്. ഇപ്പം ഇതുപോലെ ഒരു ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു 10-20 എണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ട് വെച്ചെങ്കിൽ വറ്റൽമുളക് ഇതിനൊപ്പം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. നമ്മളിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരച്ചെടുക്കാം. അതുപോലെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പപ്പടവടയുടെ പപ്പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് വീട്ടിൽ നമ്മുടെ സാധാ പപ്പടം ഉപയോഗിച്ചിട്ട് എങ്ങനെ പപ്പടവട തയ്യാറാക്കാന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് ഒന്നിങ്ങനെ വെയിലത്ത് ഒരു അരമണിക്കൂർ നേരം വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ച് നല്ല ഹാർഡാക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഈ പപ്പടമൊക്കെ നന്നായി പൊള്ളച്ച് വരും. പപ്പടവടയ്ക്ക് അങ്ങനെ പൊള്ളച്ച് വരേണ്ട ആവശ്യമില്ല. അപ്പം അത് കാരണം തന്നെ നമ്മളിതുപോലെ ഹോൾസൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെക്കുക. അല്ലാന്ന് വെച്ചെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണ ഒരു ടൈപ്പ് ആവില്ലേ, അങ്ങനെ ആകുമ്പോൾ അധികം പൊള്ളച്ച് വരില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മിക്സി ജാറിനകത്ത് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ആയ കാരണം വലിയ ജാറായ കാരണം ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇനി നമ്മൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീരകമാണ്. അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് ഒരുപാട് താല്പര്യമില്ലാത്തവർക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിതിപ്പോൾ കുറച്ച് ജീരകം എടുത്തിട്ട് ഇതിൽ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ജീരകത്തിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് മണത്തിന് താല്പര്യമുള്ളവർക്ക് കുറച്ച് കൂടുതലും കൂടി ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് ഇതിനകത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് കായത്തിൻ്റെ പൊടി ചേർക്കും. അപ്പോൾ എൻ്റെ കായത്തിൻ്റെ പൊടി കഴിഞ്ഞിരിക്കും. അപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതാണിത്. ഇത്ര പോകുന്നൊരു ചെറിയ കഷ്ണം കായാണ് വെള്ളത്തിലിട്ട് എന്നിട്ട് തിളപ്പിച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലൊഴിച്ചിട്ട് അരച്ചെടുക്കാം. അല്ല നിങ്ങൾ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മുടെ ഇഡ്ഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടിയും ലൂസ് കൺസിസ്റ്റൻസി, ദോശമാവിൻ്റെ ഒരു ലെവല് അത്രയാണ് വേണ്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടത്തിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അത് കാരണം അത് നോക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ, നല്ല എരിവൊന്നും അത്ര പപ്പടവടയ്ക്ക് അത്ര നന്നല്ല. കുട്ടികൾക്കൊന്നും ആകുമ്പോഴും അത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് നല്ലൊരു കളർ കിട്ടാനും പിന്നെ എരിവ് കുറയാനും വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത്ര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ട് നമുക്ക് ആ ബാറ്റർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മിക്സി ജാറിനകത്ത് ബാക്കിയുള്ളതുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇത്തിരി കട്ടിക്കാനോ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാന്ന് പറയുന്നത് എള്ളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത എള്ള് ഇല്ല, കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ വെളുത്ത എള്ളാണ് ഇരിക്കുന്നത്. അപ്പോൾ എള്ളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൻ്റെ കളർ ഭംഗി എന്ന് പറയുന്നത് തന്നെ പപ്പടവടയിൽ അവിടെ ഇവിടെയൊക്കെ ആ കറുത്ത കുത്ത് കാണുമ്പോൾ അതിന് ഭംഗി. പിന്നെ വറുത്ത് വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും ഇപ്പോൾ ഞാൻ വെള്ള എള്ളാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ എള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ മിക്സി ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു 3-4 ടേബിൾ സ്പൂൺ ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മിക്സി ജാറിനകത്ത് ഇട്ടിട്ട് അടിച്ച് ഈ ഒരു പാകത്തിനാക്കുക. ദോശമാവിൻ്റെ പരിവ് ആ ഒരു പാകത്തിനാക്കി എടുക്കുക. എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പും അതുപോലെ എരിവ് അതൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായി പൊന്തി വരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പക്കാരം സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ അത് വയറിന് അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് കാരണം വീട്ടിലൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യത്തിന് ഇതായാലും ഒന്ന് വേറി വരികയൊക്കെ ചെയ്യും. പിന്നെ
പിന്നെ ഇനി അടുത്തതായിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ എള്ള് ചേർത്ത് കൊടുത്തു. എള്ളിന് പ്രത്യേകിച്ച് കളറൊന്നും കാണാനില്ല കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ എന്നും പറയണ പോലെ തന്നെ ചെറിയ പാൻ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഓയിലൊന്നും ചിലവാവില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ പാൻ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വെള്ളയപ്പച്ചട്ടി ഉണ്ടല്ലോ അതിൻ്റെ ആ പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഓരോന്നായിട്ട് തന്നെ നമ്മൾ ഏതിലായാലും ഇപ്പോൾ വലിയ ചീനച്ചട്ടിയിൽ ഓരോ പപ്പടമായിട്ട് തന്നെയാണ് നമ്മൾ ആക്കി എടുക്കുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ഓരോന്നാക്കിയില്ല എടുക്കണ്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ഓയിലൊക്കെ മതിയാവും. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി എന്നറിയാൻ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്ക അതിനകത്ത് ഇട്ട് കൊടുക്കുക. എത്ര പരിപാടിയുള്ളൂ. പിന്നെ ഫ്ലെയിം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവാനുള്ള ഇതാവരുത്. പിന്നെ നമ്മൾ പപ്പടം ഇട്ടിട്ട് ഒരുപാട് ടൈം മാവിൽ ഡിപ്പ് ചെയ്ത് നിൽക്കരുത്. കാരണം പപ്പടം പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കുക. അതിൻ്റെ എക്സസ് ആയ മാവൊക്കെ പോയതിന് ശേഷം അപ്പണ്ണ ഇട്ട് കൊടുക്കുക. ഇത്രയും വേണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. 1-2 ഭാഗവും നന്നായി കുറച്ച് നേരം മറിച്ചിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടാക്കരുത്. അപ്പോൾ കരിഞ്ഞ് പോകും. പപ്പടം ശരിക്കും ആയി വരില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ആ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് പോവും. അപ്പോൾ അത് കാരണം തന്നെ നന്നായിട്ട് ഒന്നാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട കാരണം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പപ്പടവടയ്ക്ക്. ഇപ്പൊ സാധാരണ നമ്മൾ പപ്പടവട എടുക്കുമ്പോൾ അതിനകത്ത് നല്ല കറുത്ത കുത്തുകളാണ് ഉണ്ടാവുക. നമ്മുടെ എള്ള് വെള്ള എള്ളായ കാരണം ഈ കളറിലാണ് ഇരിക്കണേ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മുടെ എല്ലാ പപ്പടവടയും ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-20 എണ്ണത്തിനുള്ള മാവാണ് നമ്മൾ ഈ പറഞ്ഞ അളവ് കേട്ടോ. അപ്പോൾ എല്ലാം തയ്യാറായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്